നമസ്കാരം. ഇന്നലത്തെ കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം കേരളത്തിൽ കടലാമയാണ് താരം. ഒരുപാട് പേരുടെ സ്റ്റാറ്റസിൽ കണ്ടു ആമ മുട്ട, പിന്നെ ഇടനാഴിയിൽ ഒരു കാലച്ച എന്നൊക്കെ പറഞ്ഞ് സാഹിത്യത്തിലൊക്കെ ചാലിച്ച് നമ്മുടെ ബഹുബുദ്ധ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഒരു വിവരദോഷം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ആമ മുട്ടയാണ് നമുക്ക് കിട്ടിയത്. ബഹുബുദ്ധ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട MP റഹീമണ്ണൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടലാമയുടെ ചിത്രം കാണിച്ച് വളരെ പരിഹാസ രൂപത്തിൽ കുറെയൊക്കെ എഴുതി തള്ളിയിരിക്കുന്നത് കണ്ടു. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് കുറച്ച് കടലാമ പഠനവും കുറച്ച് തേങ്ങയുമാണ് എന്നൊക്കെ. പിന്നെ ഈ അരുൺകുമാർ, ജയ്ക്ക്, ആർഷ അവരെ പോലെയുള്ള അവരുടെയൊക്കെ വിവരദോഷത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് ആർഷയൊക്കെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ നിലവാരമല്ലേ അവിടെ പ്രതിഫലിക്കുള്ളൂ, അത് നമുക്ക് കണക്കിലെടുക്കണ്ട. പക്ഷേ ഈ മന്ത്രിമാരൊക്കെ എത്ര വിവരദോഷികളാണെങ്കിൽ പോലും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കുറച്ച് ഗൗരവം അവർ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കണം. എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കി തന്നെ ജനങ്ങളോട് പ്രതികരിക്കണം എന്നൊക്കെ ചിന്തിക്കണം. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന കരച്ചിലിനിടയ്ക്ക് കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്രം ചെലവാക്കാൻ പോകുന്ന കോടികളെ പരിഹാസ രൂപത്തിൽ കാണുമ്പോൾ ഇവരൊക്കെ തീർച്ചയായും വിവരദോഷികളാണ് എന്ന് നമുക്ക് ഒരു പതർച്ചയുമില്ലാതെ പറയാം. ഇവിടെ കടലാമകൾ എങ്ങനെയാണ് പ്രാധാന്യമുള്ളതാകുന്നത്? ഇത്രയും വലിയൊരു പദ്ധതി കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്താണ് മനുഷ്യർ വിചാരിക്കുന്നത്? സാധാരണക്കാർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കൊന്നും കൊടുത്തില്ല, ആമ മുട്ടയാണ് കിട്ടിയത്. ഇവിടെ ആമകൾക്കാണ് വില, മനുഷ്യന് വിലയില്ല. ചില സ്ഥലങ്ങളിൽ മനുഷ്യനേക്കാൾ വിലയുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്, ജീവജാലങ്ങളുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം ഈ കടലാമകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളെ പറ്റി, മനുഷ്യരെ പറ്റി? 3 പതിറ്റാണ്ടോളമായി കടലാമകളുടെ പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന തീരം സംരക്ഷണ സമിതി പ്രവർത്തകർ ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ നേട്ടത്തിൽ അവരെത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്ന് എത്ര പേർ അറിഞ്ഞു? ഉന്നത സംഘടനകളുടെ സഹായത്തോടെ കേരള തീരത്ത് നിലവിൽ കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിചാരിക്കുന്നത് കേരളത്തെ പരിഹസിച്ചതാണ് എന്നാണ്. കുറെ പേര് പറയുന്നു ആമ ഇടയുന്നത് പോലെയാണ് കേരളത്തിന്റെ വികസനം എന്ന് അവർ പ്രതീകാത്മകമായി സൂചിപ്പിക്കുകയായിരുന്നു ഈ ഒരു കടലാമ സംരക്ഷണത്തിന് പ്രഖ്യാപിച്ച കോടികളിലൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. കടലാമകൾ എങ്ങനെയാണ് പ്രാധാന്യമുള്ളതാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കടലാമകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കടലാമകളെ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും സമുദ്രജീവികളുടെ നിലനിൽപ്പിനും ഒക്കെ വളരെ അത്യാവശ്യമാണ് കടലാമകൾ. കടലിന് താഴെ കടൽപ്പുല്ല് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് കണ്ടമാനം വളർന്നു കഴിഞ്ഞാൽ ആ സമുദ്രത്തിൽ ജീവിക്കുന്ന മറ്റു മത്സ്യങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ ഈ കടലാമകളാണ് കൂടുതലായിട്ടും ഈ കടൽ പുല്ല് ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ള മത്സ്യങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നു. മത്സ്യസമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ നാടിന് ഗുണമാണോ ദോഷമാണോ? മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര ലക്ഷം ആളുകൾ ഇവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ അല്ലെ? അല്ലെങ്കിൽ തന്നെ മത്സ്യസമ്പത്ത് കുറഞ്ഞാൽ, മത്സ്യബന്ധനത്തിന്റെ തോത് കുറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യ സാമ്പത്തിക മേഖലകളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ കടലിൽ ജെല്ലി ഫിഷുകളുണ്ട്. ഈ ജെല്ലി ഫിഷുകൾ മറ്റുള്ള മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത്. ഈ കടലാമകൾ ഉണ്ടെങ്കിൽ ഈ ജെല്ലി ഫിഷുകളെ അവ ഭക്ഷിക്കും. അപ്പോൾ ഈ ജെല്ലി ഫിഷുകളുടെ എണ്ണം കുറയുകയും മറ്റുള്ള മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയാമോ? കടൽ തീരങ്ങളൊക്കെ എത്രത്തോളം ആരോഗ്യകരമാണ് ഇപ്പോൾ കടലേറുന്നു, സമയവും കാലവും ഒന്നുമില്ല. കടലിൻ്റെ ഏറ്റവും പേടിച്ച് എത്രയോ തീരദേശവാസികളാണ് പേടിച്ച് കഴിയുന്നത് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാതെ. അപ്പോൾ കടലാമകളുടെ ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ അവ എവിടെയെങ്കിലും മുട്ടയിടാൻ ഏതെങ്കിലും ഒരു തീരത്ത് വരുന്നുണ്ടെങ്കിൽ അവിടം ആരോഗ്യകരമാണ് എന്നതാണ് അതിനർത്ഥം. ആരോഗ്യകരമായിട്ടുള്ള ഒരു തീരത്തെ കടലാമകൾ മുട്ടയിടുകയുള്ളൂ. അപ്പോൾ ഈ കടലാമകളെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു തീരപ്രദേശത്തിന്റെ മുഴുവൻ സംരക്ഷണമാവുകയാണത്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി വളരെ അധികം നേരിടുന്ന ഒരു ജീവി കൂടിയാണ് കടലാമ. ഇതിൻ്റെ 7 ഇനങ്ങളുണ്ട്. അതിൽ 6 എണ്ണവും വലിയ തോതിൽ വംശനാശ ഭീഷണി നേരിടുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയുടെയും ഒക്കെ വളരെ വലിയ അത്യാവശ്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ കുറേ തേങ്ങായും ആമമുട്ടയുമാണ് കിട്ടിയെന്ന് പറയുന്നു. തേങ്ങയുടെ വില ഒരു 10-50 രൂപ കൂടിയപ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികത്തിനെ അത് ബാധിച്ചോ? അതുമാത്രമല്ല, നാളികേര ഉൽപാദനം കുറയുമ്പോൾ അതിലൂടെ ജീവിതം വഴിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെയൊക്കെ മുഴുവൻ സമ്പദ്ഘടനയെ അതിന് ബാധിക്കാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൂടാതെ എത്രയെത്ര പദ്ധതികളാണ് ഇപ്പോൾ ഈ ആമയിൽ മുങ്ങിപ്പോയത്. കടലാമയുടെ കാര്യത്തിൽ എത്ര പദ്ധതികൾ മുങ്ങിപ്പോയി. ഞാനിത് പറയുമ്പോൾ ഞാൻ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പം നടന്നത് നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റാണ്. ഇപ്പം കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു.
ആലപ്പുഴയ്ക്ക് എന്ത് കിട്ടി, പത്തനംതിട്ടയ്ക്ക് എന്ത് കിട്ടി, തൃശ്ശൂരിന് എന്ത് കിട്ടി, എറണാകുളത്തിന് എന്ത് കിട്ടി എന്ന് ഓരോ ജില്ലയും എടുത്ത് നോക്കിയാൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, വല്ലതും കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കേരളത്തിന് മുഴുവനായിട്ടുമുള്ള പ്രവർത്തനങ്ങളാണ് അവർ പറയുന്നത്. കേരളത്തിന് മുഴുവനായിട്ടും പല മേഖലകളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് അതൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതൊക്കെ ഇവിടെ നിലവിൽ വരാനുള്ള സാഹചര്യവും ഉണ്ടാകണം. ഇപ്പൊ എയിംസും അതിവേഗ റെയിലും ഒക്കെയാണ് കേരളം കണ്ടിന്യൂസ് ആയിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കിട്ടിയില്ല? ഇപ്പൊ എയിംസിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അത് പൂർത്തിയായില്ല. അതൊക്കെ പൂർത്തിയായി ഇവിടെ നമ്മൾ ഓക്കെ ആണെങ്കിൽ ബഡ്ജറ്റിന് പുറത്തും അനുവദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എയിംസ്. പിന്നെ അതിവേഗ റെയിൽ അനുവദിച്ചില്ല. നമുക്കറിയാം കേരളം തന്നെ മുന്നോട്ട് വെച്ച RRTS എന്ന റെയിൽ പദ്ധതി, അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അതിനുള്ള നടപടികൾ ആരംഭിച്ചത് കൊണ്ടാവാം ഇതിപ്പോ പ്രഖ്യാപിക്കാതിരുന്നത്. വേറെ പ്രധാനപ്പെട്ട എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കേരളത്തിന് കിട്ടിയത്, സാധാരണക്കാർ അറിയാതെ പോയത്, ആ ഒരു കാര്യം കൂടി ഇന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ 14 വനിതാ ഹോസ്റ്റലുകൾ അനുവദിച്ചിട്ടുണ്ട്. ആയുർവേദ മരുന്നുകളുടെ കയറ്റുമതിക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല കേരളത്തെ സംബന്ധിച്ച്. നാളികേര വികസനത്തിനുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കശുവണ്ടി, കൊക്കോ എന്നിവയ്ക്ക് പ്രത്യേക ബ്രാൻഡ് ഇമേജ് നൽകി കയറ്റുമതിക്കുള്ള നിർദ്ദേശമുണ്ട്. തീരദേശ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളുണ്ട്. ഇത് കേരളത്തിന് വമ്പൻ നേട്ടമാണ് സമ്മാനിക്കാൻ പോകുന്നത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തീരദേശ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി വന്നാൽ വലിയ നേട്ടം വലിയ തോതിൽ കേരളത്തിനുണ്ടാവും. ഹെറിറ്റേജ് ടൂറിസത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ കേരളത്തിന് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ പിടിച്ചെടുക്കുന്ന മത്സ്യം സംരക്ഷിക്കാനുള്ള 500 സംഭരണശാലകളിൽ പലതും കേരളത്തിന് നേടിയെടുക്കാൻ കഴിയും. കന്നുകാലി വളർത്തലിന് സബ്സിഡി അനുവദിച്ചത് അത് കേരളത്തിന് പ്രയോജനകരമാവും. പിന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ മെഡിക്കൽ ടൂറിസം പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. വനിതാ സംരംഭകരെ സഹായിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായി പണം മാറ്റിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടും. വിദേശ യാത്ര നികുതി ഇളവ് കേരളീയർക്ക് തന്നെയാണ് ഏറെ ഗുണം ചെയ്യുക. മരുന്ന് വില കുറയും എന്നൊരു പ്രഖ്യാപനം വന്നു അല്ലെ. ഇന്ത്യയിലെ മൊത്തം മരുന്ന് ഉപഭോഗത്തിന്റെ 25% നടക്കുന്ന കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് കേരളത്തിലെ രോഗികൾക്കാണ്, മരുന്ന് വാങ്ങിക്കുന്നവർക്കാണ്. കേരളം ഉൾപ്പെടുന്ന ഒരു ധാതു ഇടനാഴി, ആ ഒരു പ്രഖ്യാപനം നിങ്ങൾ കേട്ടില്ലേ? അത് നമുക്ക് നേട്ടമുണ്ടാക്കില്ലേ? പ്രവാസികളുടെ വസ്തു ഇടപാടിന്റെ TDS കുറയുന്നത് കേരളത്തിന് നേട്ടമല്ലേ? പിന്നെ ഖാദി, കൈത്തറി മേഖലകളിലെ ആനുകൂല്യങ്ങൾ കേരളത്തിന് ഉപയോഗപ്പെടുത്താം. മത്സ്യ കയറ്റുമതിയിലെ ഇളവ് കേരളത്തിന് പ്രയോജനപ്പെടും. പിന്നെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള AI പോർട്ടൽ സംവിധാനം കേരളീയർക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടും. പിന്നെ വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകുന്ന 1.4 ലക്ഷം കോടിയുടെ ധനസഹായം അത് കേരളത്തിനും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല എന്നതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ കിട്ടി എന്ന കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാധ്യമങ്ങളും വളരെ അധപ്പതിച്ച രീതിയിൽ കടലാമ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കേട്ടു. എന്തിനാണ് അത്? കളിയാക്കാനുള്ള ഒരു കാര്യമാണോ? ഇതൊക്കെ ഇല്ലാതെ വരുമ്പോഴേ, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുമ്പോഴേ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഒന്ന് പരിഹസിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെറും തറകളായി പോകരുതെന്നേ പറയാനുള്ളൂ. ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ നിങ്ങൾ. ശരി, നമുക്ക് കിട്ടാൻ അർഹതയുള്ള കാര്യങ്ങൾ തരുന്നില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കണം, അതിനുള്ള റൈറ്റ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ കിട്ടിയതിനെ പരിഹസിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. കിട്ടിയതിനൊക്കെ നമ്മുടെ ജീവനോളം തന്നെ, നമ്മുടെ നിലനിൽപ്പിനോളം തന്നെ പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആരെയും വെളുപ്പിക്കാനുള്ള ശ്രമമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾക്കിനി തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് കേന്ദ്ര ബഡ്ജറ്റിനോട് നിങ്ങൾ പ്രതികരിക്കുന്നത്? കടലാമ സംരക്ഷണം ഒരു അനാവശ്യ ചെലവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിനെ പരിഹസിച്ചതായിട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഈ മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള വിവരദോഷത്തിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുമോ?